ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു മനോഭാവം, അതായത് അവരുടെ നിലപാട് ഏത് രീതിയിലാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും അവരുടെ പേരാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Ace of Pentacles, Nine of Swords, Knight of Pentacles, the Emperor, the Wheel of Fortune, Eight of Wands, Hierophant, Nine of Wands, Seven of Pentacles, Nine of Pentacles, Moon Energy, Death and Rebirth, Page of Cups, Queen of Swords, Queen of Cups, Ten of Wands, Chariot, Three of Pentacles. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കിടയിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂ, തെറ്റിദ്ധാരണകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ബന്ധമാണ്. മാത്രമല്ല ഈഗോ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിന്റെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആകണം എന്നില്ല, എന്നാൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് എഫേർട്ട് എടുത്ത് ചെല്ലുന്നുണ്ടായിരിക്കാം, പക്ഷെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇമോഷൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ പ്രകടിപ്പിക്കാത്തൊരവസ്ഥ. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ ബാക്കിലേക്ക് സൈലന്റ് ആയിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, ഇനി വരുന്നതാവട്ടെ, വരുന്ന പോലെ വരട്ടെ എന്നുള്ള രീതിക്ക്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും അങ്ങനെ തന്നെ നിൽക്കും, പക്ഷെ കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ദുഃഖം അല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ടെൻഷൻ ഒക്കെ കയറുമ്പോൾ വീണ്ടും നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടായിരിക്കാം. അവരിൽ നിന്ന് കൂടുതലായിട്ട് പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കാതെ വരുമ്പോൾ നിരാശയായിട്ട് വീണ്ടും മടങ്ങുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഈ ഒരു സൈക്ലിംഗ് എനർജി, അതായത് പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഇല്ലാതെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ നിന്നിടത്ത് തന്നെ നിന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ബന്ധത്തിൽ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് നിൽക്കുന്നത് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കരയിലേക്ക് എത്തുന്നില്ല ബന്ധം. പൂർണ്ണമായിട്ട് അവസാനിച്ച് പോകുന്നുണ്ടോ? അതുമില്ല. എന്നാൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ടോ? അതും ഇല്ലാത്തൊരു സാഹചര്യം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ, ഒരു നിലപാടില്ലാത്ത രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു മനോഭാവം, അതുപോലെ അവരുടെ നിലപാടൊക്കെ ഇപ്പൊ ഏത് രീതിയിലാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ അതിപ്പോ എന്ത് രീതിയിലുള്ളതാണെങ്കിലും, പ്രത്യേകിച്ച് ഇവരൊരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഈഗോ ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ അവർ ആ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഫ്രസ്ട്രേഷനോ ഒന്നും പുറത്തേക്ക് കാണിക്കില്ല. അവർ ഭയങ്കര ബോൾഡ് ആണ്. അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ അതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലൊക്കെ ആയിരിക്കും ഇവർ പുറത്ത് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നേരിട്ട് കാണുന്നവർ, ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും
ഇവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തോന്നുന്നില്ലാത്ത സാഹചര്യമായിരിക്കും. പക്ഷേ ഇവരുടെ ഇമോഷൻസ് ഇവർ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഇവരുടെ പൂർണ്ണമായിട്ടുള്ള മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തത്. അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് അവരുടെ മനസ്സിലേക്കാണ്, അവർ പുറമേ കാണിക്കുന്ന രീതിയിലേക്കല്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഇവർ ഇമോഷണലി ഭയങ്കര വീക്കാണ്, അല്ലെങ്കിൽ ഇവർ ഒരുപാട് ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ ലൈഫിൽ ഇവർക്ക് എവിടെ നിന്നൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട്. ഒറ്റപ്പെടൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവരിലേക്ക് കൂടുതലായിട്ട് അടുക്കാനായിട്ട് എല്ലാവരും, നിങ്ങൾ ഇവരെ ചേർത്ത് നിർത്തിയതുപോലെ എല്ലാവരും ചേർത്ത് നിർത്തണം എന്നില്ല. പ്രത്യേകിച്ച് ഇവരുടെ ക്യാരക്ടർ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ അടുക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ പോകെ പോകെ ഇവരുടെ സ്വാർത്ഥമായ ചിന്താഗതികളൊക്കെ പുറത്തേക്ക് വരിക, പെരുമാറ്റ രീതികൾ, അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ചുറ്റിനും നിന്ന വ്യക്തികളൊക്കെ പതുക്കെ പതുക്കെ ഇവരിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ഒറ്റപ്പെടലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഒറ്റപ്പെടലില് അവർക്കൊരു കുറ്റബോധമാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ തോന്നുന്നുണ്ട്. നഷ്ടബോധം തോന്നുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ അവർ പുറമേ ഒന്നും കാണിക്കുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു നഷ്ടബോധമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരണം, തിരിച്ചു വരണമെന്നും അവരുടെ ഇമോഷൻസ് എല്ലാം നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കണമെന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് സറണ്ടർ ആകണം എന്നുള്ള ഒരു ചിന്താഗതികളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ മനോഭാവത്തിലുള്ള ആ ഒരു ഈഗോ ആണെങ്കിലും എന്ത് സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ചിന്തകൾക്കൊക്കെ മാറ്റങ്ങൾ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇവർക്ക് ചുറ്റിനും നടക്കുന്ന ലൈഫ്, അതിപ്പോ അവരുടെ ഫാമിലിയോ അവരുടെ കൊളീഗ്സോ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ആര് തന്നെയാണെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ ഇവരിൽ ഭയങ്കരമായ ഒരു ജലസ് വന്നു തുടങ്ങിയിരിക്കുന്നു. തനിക്കും അങ്ങനെയൊക്കെ വേണം എന്നുള്ളൊരു ചിന്താഗതികൾ. ആ ഒരു ജലസ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റമാണ്. കാരണം അവർക്ക് അങ്ങനെ ഒരു ജലസ്, അസൂയ കാര്യങ്ങളൊക്കെ തോന്നുന്നത് നിങ്ങൾക്ക് ഗുണമായിട്ട് മാറുന്ന സാഹചര്യമാണ് ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു മനോഭാവം ഗുണമായിട്ടാണ് വരുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ എനിക്കും അതൊക്കെ വേണം എന്നുള്ളൊരു ചിന്ത വരുന്നു. അതോടൊപ്പം നിങ്ങളെന്ന് പറയുന്ന person അവരുടെ ലൈഫിൽ ആരായിരുന്നു, അല്ലെങ്കിൽ അവരുടെ എല്ലാവിധ ഇമോഷൻസിനെയും ഉൾക്കൊള്ളാനും അവരെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തി മനസ്സിലാക്കാനും കഴിവുള്ള ഒരു വ്യക്തി, അത് അവരുടെ ലൈഫിൽ അവർ ഒത്തിരി പേരെ ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തികളാണ് നിങ്ങളുടെ വ്യക്തി എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളായിക്കോട്ടെ, എല്ലാം വെച്ച് അവർ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അവിടെ യുണീക്ക് ആയിട്ട് തോന്നുന്ന ഒരു പേഴ്സൺ അത് നിങ്ങളുടെ എനർജി തന്നെയാണ്. അപ്പൊ അവരുടെ ലൈഫിൽ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രഷ്യസ് ആയിട്ടുള്ള വ്യക്തി അത് നിങ്ങളാണ് എന്നുള്ള തിരിച്ചറിവുകളൊക്കെ നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങള്, ചിന്തകള് എല്ലാം അവരിൽ വരുന്നത് കൊണ്ടിട്ടാണ് അവരും അവർക്കും ഒരു ജീവിതം വേണം, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വേണം എന്നുള്ള രീതിക്കൊക്കെ മനോഭാവങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇവിടെ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പിലെ ഒരു മാറ്റങ്ങളും അതുപോലെ സാഹചര്യത്തിൽ ഒരു മാറ്റങ്ങളും ഒക്കെ വേണമെന്നൊരു ചിന്താഗതിയിൽ വളരെയധികം പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ പ്രതീക്ഷയോട് കൂടി നിങ്ങളുടെ പേഴ്സൺ നോക്കി കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലെ ഫ്യൂച്ചറിലേക്ക് ഒരു സക്സസിലേക്ക് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിക്കും ഒരു സന്തോഷകരമായ ട്രാൻസ്ഫോർമേഷൻ തന്നെ ആയിരിക്കും അത്, ഒരു വെളിച്ചം. അപ്പൊ അവരുടെ ലൈഫിൽ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ലൈഫിൽ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നിലപാടിലെ മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു ട്രസ്റ്റ് ഒക്കെ ഇവരിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സണിൽ എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു എനർജി തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഇതുവരെ അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുവിധ ആക്ഷനും എടുക്കാതെ, അല്ലെങ്കിൽ അവരുടെ നിലപാട് അവർക്ക് വേണ്ട, അല്ലെങ്കിൽ അവരുടെ രീതികളൊന്നും മാറ്റാൻ അവർ തയ്യാറല്ല, അവരുടെ രീതികൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ മാത്രം പോയാൽ മതി, അപ്പൊ അങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റി വെച്ചവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും ആ ഒരു മെന്റാലിറ്റിക്ക്, ആ ഒരു കടുംപിടുത്തത്തിനൊക്കെ ഒരു അയവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആവാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇവര് നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെയും നിങ്ങളുടെ കുടുംബത്തെയും, ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവരായിട്ട് തന്നെ റിലേഷൻഷിപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം എന്നുള്ള ചിന്തകളൊക്കെ ഇവരുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ്. ഇവിടെയാണെങ്കിൽ ആ ഒരു ഹോപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത്, സ്റ്റാർ എനർജിയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ചേർത്ത് നിർത്തുക, നിങ്ങളെ ചേർത്ത് നിർത്തുക,
ഈ ഒരു ബന്ധത്തിന്റെ വളർച്ചയെ തനിക്ക് തന്നെ നോക്കി കാണണം. എന്ന് വെച്ചാൽ ഇവര് കൂടുതലായിട്ട് efforts ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ കൂടുതലായിട്ട് ഇവർ efforts എടുക്കുമ്പോൾ അതിലൂടെ വളർന്നു വരുന്ന ഒരു ബന്ധത്തിന്റെ ആ ഒരു beauty അത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഇവർക്ക് തന്നെ നേരിൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം നഷ്ടപ്പെടുത്തി കളഞ്ഞു പോയ നിമിഷങ്ങളെയൊക്കെ ഓർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ട്. കുറ്റബോധം തോന്നുന്നുണ്ട്. പക്ഷെ ആ ഒരു കുറ്റബോധവും വേദനകളും കാര്യങ്ങളും എല്ലാം ഇവർ ഒറ്റയ്ക്കിരിക്കുന്ന സ്ഥലങ്ങളില്, അതായത് ഇപ്പൊ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരും കാണാതെ ഒറ്റയ്ക്ക് വേദനിക്കുന്നവരാണ് ഇവര്. ഇവരുടെ ഇമോഷൻസ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇവര് അതൊന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല. അതൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല. അവരിൽ വരുന്ന ഫീലിങ്സ് മറ്റാരെങ്കിലും അറിയുവാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു ഈഗോയൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെയൊക്കെ ഒരു കോംപ്ലക്സ് ഉള്ള വ്യക്തികളാണ്. ഓരോരുത്തരുടെ ജനറ്റിക് ആയിട്ടുള്ള രീതികളായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോ പൂർണ്ണമായും തകരാത്ത രീതിയിൽ ഈ ഒരു ബന്ധത്തിനെ ആ ഒരു സ്ട്രക്ചറിലേക്ക്, പഴയ ആ ഒരു ഘടനയിലേക്ക് മാറ്റാനായിട്ട് ആ ഒരു രീതിയിൽ ഇവർ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ സാധ്യതകളുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരിക. രണ്ടാണെന്നുണ്ടെങ്കിലും ഒരേ എനർജിയാണ് വരുന്നത്. സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് വിജയം കാണണം എന്നൊരു ചിന്ത ഒരു സൈഡിലാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്സ്, അതോടൊപ്പം പ്രാക്ടിക്കൽ ആയിട്ട് അതിനു വേണ്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന രീതികളും. അപ്പൊ അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കി തുടങ്ങിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആദ്യമേ ഒരു സംസാരമാണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത്. അതിപ്പോ നേരിട്ട് ആയിക്കൊള്ളട്ടെ, ഫോൺ ത്രൂ ആയിക്കൊള്ളട്ടെ, നിങ്ങളുമായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുക. ചിലപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല എല്ലാവർക്കും. അപ്പൊ അങ്ങനെയൊക്കെ സാഹചര്യം ആണെങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കണം. ആ ഒരു തുറന്ന സംസാരത്തിലൂടെ എല്ലാ ഈഗോയും ഇവർ പുറത്തേക്ക് കാണിക്കാൻ തയ്യാറല്ലെങ്കിൽ പോലും ഇവരുടെ ഒരുപാട് ഇമോഷൻസ് അത് കുറച്ചെങ്കിലും നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യണം, നിങ്ങളിലേക്ക് സറണ്ടർ ചെയ്യണം എന്നുള്ളൊരു ഫീലിങ്സ് ഇവരുടെ ഉള്ളിലുണ്ട്. കാരണം ഇവര് ഒരുപാട് വീക്കാണ്. അപ്പൊ ഇവരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എത്രയും ഈഗോ ഉള്ള വ്യക്തികളാന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഇവർക്ക് സ്നേഹമുണ്ട്, ഇവർക്ക് കുത്തിയാൽ നോവുന്ന മനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ വളർന്നു വന്ന സാഹചര്യങ്ങളായിരിക്കാം അവരുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കൊരു പാസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്. നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും പാസ്റ്റ് റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരെല്ലാം നിങ്ങളോട് തുറന്നു പറയാത്തത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു അകന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരായിട്ട് നിങ്ങൾ അകറ്റി നിർത്തിയിരിക്കുന്ന സാഹചര്യം ആണെങ്കിൽ പോലും ഇപ്പൊ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചുറ്റിലും നടക്കുന്ന ജീവിതത്തിൽ നിന്നാണെങ്കിൽ പോലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എല്ലാവരും ഒരുപോലെയല്ല, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് അല്ലെങ്കിൽ വ്യത്യസ്തയാണ് എന്നൊരു ചിന്ത അത് അവരിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ കുറച്ചെങ്കിലും ഇമോഷൻസ് പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്. അതുപോലെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ഇനി മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാനായിട്ട് ഇവർ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു സൈഡ് കൊണ്ട് ഇവർക്ക് വളരെയധികം ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും മറു സൈഡ് കൊണ്ട് അതോടൊപ്പം അവർക്കൊരു ഭയവും കയറി വരുന്നുണ്ട്. ഭയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ഭയമുണ്ട്. അതുപോലെ അവരുടെ എല്ലാവിധ ഇമോഷൻസ് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ അവർ ഒന്നും അല്ലാതെയായി പോകുമോ എന്നൊരു ഭയമുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഓവർ തിങ്കിങ് ഇവിടെ കയറി കയറി വരുന്നുണ്ടെങ്കിലും ആ ഒരു ഓവർ തിങ്കിങ്ങിനെയും ഇവർ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു റീബർത്ത് കൊണ്ടുവരണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ചിന്താഗതി അല്ലെങ്കിൽ ആഗ്രഹം ഉണർന്നു തുടങ്ങിയിരിക്കുകയാണ്. ഒറ്റയ്ക്ക് വയ്യ, ഇനിയും ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ വയ്യ, അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ മിണ്ടാതിരിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ സഹിക്കാനോ വേദനിക്കാനോ ഒന്നും ഇനി തയ്യാറല്ല. ഇതിനൊരു അവസാനം വേണം. അവസാനം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഇത് വേണ്ട എന്ന് വെക്കുക എന്നുള്ളൊരു അവസാനം അല്ല. കാരണം ഞാൻ already പറഞ്ഞായിരുന്നു ഇവരുടെ ലൈഫിൽ ഒരുപക്ഷെ അവർക്ക് നിങ്ങളെ പോലൊരു പേഴ്സണെ ഇവരെല്ലാ രീതിക്കും ഇവർക്ക് സപ്പോർട്ടീവ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇമോഷൻസിനെയൊക്കെ ആണെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങളെ പോലെ ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ ഇനി കഴിയിരിക്കില്ല.
അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ താല്പര്യമില്ല. അവരെല്ലാം കൊണ്ടും നിങ്ങളിലേക്ക് comfortable ആണെന്നുള്ളത് ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിൽ ആ ഒരു fear കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു over thinking നെയൊക്കെ emotions നെയൊക്കെ control ചെയ്തിട്ട് relationship ലേക്ക് ഒരു communication ഒക്കെ നടത്തി rebirth വേണം. അതിനു വേണ്ടിയിട്ട് എന്ത് risk എടുക്കാൻ ഇവർ തയ്യാറാണ്. കാരണം സത്യസന്ധമായ രീതിയിൽ തന്നെ relationship ന്റെ നിലനിൽപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഈ ഒരു situation, ഈ ഒരു സാഹചര്യങ്ങളെല്ലാം മാറ്റങ്ങൾ വന്നിട്ട് ഈ ഒരു ബന്ധത്തിൽ ഒരു വിജയം വേണമെന്ന് ചിന്തിക്കുന്നവരാണ്. നിങ്ങളെയും ഇവരെയും തമ്മിൽ പൂർണ്ണമായിട്ടും ഒരു ശക്തിക്കും എന്താ പറയാ അടർത്തി മാറ്റാൻ സാധിക്കുകയില്ല എന്നുള്ളത് നിങ്ങളുടെ person ആയിട്ട് തന്നെ ഇവിടെ തിരിച്ചറിയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവരായിട്ട് എത്രത്തോളം മാറി നിന്നു എന്ന് പറഞ്ഞാലും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ചിലപ്പോൾ repeat ചെയ്ത് ഇവരുടെ പുറകെ പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ നിങ്ങൾ silent ആയിട്ട് ചിലർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർക്കറിയാം ഇവരുടെ ഒരു സ്ഥാനം നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ആണ് എന്നുള്ളത്. അത് അറിഞ്ഞിട്ടും അവരുടെ ego വെച്ചിട്ടാണ് അവർ പ്രതികരിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോ അവർക്ക് ആ ഒരു ego ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സിലേക്ക് universe അവരെ എത്തിച്ചിട്ടുണ്ട്. എല്ലാ കാലവും എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ഇരിക്കില്ല. കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് എനർജിയിലും വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്തായാലും നിങ്ങളിലേക്ക് ഇപ്പോൾ ഒരുപാട് അടുത്തു തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ അടുത്തു തുടങ്ങിയിരിക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായിട്ടും നിങ്ങളെയും ഇവരെയും ഒഴിവാക്കാനായിട്ട് ഈ ഒരു യൂണിവേഴ്സിന് സാധിക്കില്ല, അല്ലെങ്കിൽ അവർക്കാണെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത്. അപ്പൊ ഈ ഒരു നിങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ കംപ്ലീറ്റ്ലി മാറ്റി വീണ്ടും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ നടത്തുക. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് തന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ ഇനിയെങ്കിലും ചെയ്യണം. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പ്രധാനമായിട്ടും ഒരു സ്വാർത്ഥതയൊക്കെ നിലനിർത്തിക്കൊണ്ട് മാത്രം ചെയ്ത വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയൊന്നും അല്ലാതെ ഇനിയൊരു പച്ചയായ മനുഷ്യനായിട്ട് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തുക. അവരുടെ ഹൃദയവും ഇപ്പൊ ഒരുപാട് വേദനകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയിലും മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ രീതികൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇമോഷൻസ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയായിരിക്കും. അതിപ്പോ ദേഷ്യം ആയിക്കൊള്ളട്ടെ, സ്നേഹം ആയിക്കൊള്ളട്ടെ, എല്ലാം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അവരെല്ലാ ഇമോഷൻസും അങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല. അവരിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് നടക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അവരിപ്പോ അവരുടെ ഇമോഷൻസ് നേരത്തെ തന്നെ കുറച്ചുകൂടെയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണെങ്കിൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ നടന്ന് അത് വളരെ മനോഹരമായിട്ട് മുന്നോട്ടേക്ക് പോയേനെ. എന്നാൽ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കാനായിട്ട് കുറച്ചധികം സമയം വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവരിപ്പോ അത് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു മനസ്സിലാക്കൽ എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ അവർക്ക് വന്നിരിക്കുന്ന ആ ഒരു ജലസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ബന്ധത്തിലാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്താണെങ്കിലും ഒരു ജലസ് എപ്പോഴും അത്ര നല്ല ഒരു കാര്യം അല്ലെങ്കിൽ പോലും അത് ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് ഒരു മാറ്റാണ്, അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത്. അതായത് മറ്റുള്ളവരുടെ ജീവിതമെങ്കിലും കണ്ടിട്ട് അവർക്ക് തിരിച്ചറിവ് വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിക്ക് നമുക്ക് അതിനെ ചിന്തിക്കാൻ സാധിക്കും. അപ്പൊ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫ് കണ്ട് അവർക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വഴി ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ഇവർക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പൊ എത്രത്തോളം സ്പീഡിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും അത്രത്തോളം സ്പീഡിൽ അല്ലെങ്കിൽ അതിനേക്കാൾ സ്പീഡിൽ ഇപ്പൊ നിങ്ങളിലേക്ക് എത്തണം എന്ന് ചിന്തിക്കുന്നവരാണ്. കാരണം അവർ ഭയങ്കര ടയേർഡ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ടയർഡ്നെസ് എന്ന് പറയുമ്പോൾ അവർക്ക് മടുത്തു, അല്ലെങ്കിൽ അവർക്ക് മതിയായി, ഇനി എല്ലാ രീതിയിലും ഈ ഒരു സ്ട്രെസ് ആണെങ്കിലും ഒറ്റയ്ക്ക് ഈ ഒരു ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും എത്രത്തോളം ഇതിങ്ങനെ മുന്നോട്ടേക്ക് പോകും, അല്ലെങ്കിൽ എത്രത്തോളം ഇവരിങ്ങനെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ കൊണ്ട് നടക്കും. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ എവിടെയെങ്കിലും വെച്ച് അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോ അത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ അവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാവും. എല്ലാവരുടെ അടുത്തും പോയിട്ട് സ്വന്തം ആ ഒരു ഇമോഷൻസ്, ദേഷ്യം, സങ്കടം എല്ലാം കൂടെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ അവരും കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇവരെ അറിയുകയും ചെയ്യാം. ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അവരെ ചേർത്ത് നിർത്തും എന്നുള്ള അവരുടെ ഒരു വിശ്വാസം അത് തന്നെയാണ് അവർ നിങ്ങളെ ഇപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾക്കൊക്കെ അവർ മാറ്റങ്ങൾ വരുത്താനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അതുപോലെ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അവരെക്കാൾ ഏറ്റവും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി അത് നിങ്ങൾ തന്നെയാണ്. അവർ സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുന്നുണ്ട്. അവരുടെ ആ ഒരു ക്യാരക്ടറിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അതും അവർ തിരിച്ചറിയുന്നുണ്ട്.
അപ്പൊ എല്ലാം അവരൊരു നിഴല് പോലെ അല്ലെങ്കിൽ ആ ഒരു സ്വന്തം ഹൃദയത്തിലേക്ക് തന്നെ നോക്കി റിയലൈസ് ചെയ്യുന്ന ഒരു സമയമാണിത്. സ്വന്തം മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പരിഗണന നൽകാതെ ഇതുവരെ പ്രവർത്തിക്കേണ്ടി വന്നതിലൊക്കെ ഒരുപാട് ദുഃഖം കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് അവർക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലെ ഒരു ക്ഷമാപണം കാര്യങ്ങളൊക്കെ ആ ഒരു സംസാരത്തിലൂടെ നടത്തി എല്ലാ രീതിക്കും അവർ എക്സ്പ്രസ് ചെയ്യാതിരുന്ന ആ ഒരു ഇമോഷൻസ് അതെല്ലാം നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് വന്നിട്ട് അവർ ഇതുവരെ പ്രകടിപ്പിക്കാതിരുന്ന എല്ലാ സ്നേഹവും പ്രകടിപ്പിക്കുക എന്നുള്ളതല്ല. അവർ കുറച്ചൊരു ഉള്ളിലേക്ക് വലിഞ്ഞ രീതിയാണ്. എങ്കിലും അവരാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ഇമോഷൻസിനെയൊക്കെ ഇനി നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യണം എന്നൊരു ചിന്ത. അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ മുന്നോട്ടേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുമ്പോൾ ഒത്തിരി ചേഞ്ചസ് അവരിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ഈ ഒരു തീരുമാനം ആരെങ്കിലും അവരെ നിർബന്ധിപ്പിച്ച് എടുപ്പിച്ചിരിക്കുന്നതല്ല. സ്വയമേ അവർ തീരുമാനിച്ചിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തായാലും നിങ്ങളുടെ പേഴ്സണ് വലിയ രീതിക്ക് ഒരു സ്ഥാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ ഒരു രീതിയിൽ അവർക്ക് ആ ഒരു സ്ഥാനം കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആയിട്ട് അവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണത്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അവരുടെ നിലപാടുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ നിങ്ങളോടുള്ള മനോഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ജി എന്നൊരു ലെറ്റർ, ഇടുക്കി, 36 എറണാകുളം, ടി എന്നൊരു ലെറ്റർ, വയനാട്, 1972 40 ടോറസ്, ബാംഗ്ലൂർ വന്നിട്ടുണ്ട്, 27 എച്ച് എന്നൊരു ലെറ്റർ, ഡി എന്നൊരു ലെറ്റർ, കൊല്ലം ജില്ല, 38 ചിത്തിര, ആർ എന്നൊരു ലെറ്റർ, അനിഴം, ഏരീസ്, പാലക്കാട്, യു എന്നൊരു ലെറ്റർ, 1988 കാലിക്കറ്റ്, വിശാഖം, മലപ്പുറം, ടി എന്നൊരു ലെറ്റർ, ഉത്രട്ടാതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, 22 ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ലിയോ എന്നൊരു സോഡിയാക് സൈൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ആ ഒരു രീതിയിൽ നിങ്ങൾ റെസനേറ്റ് ചെയ്യുകയാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.